ഈ നുണകൾക്ക് എത്രത്തോളം ആയുസ്സുണ്ട്? ചിലപ്പോൾ മണിക്കൂറുകൾ, ചിലപ്പോൾ വർഷങ്ങൾ. ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത പല നുണക്കൊട്ടാരങ്ങളും ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത്. അതിലേറ്റവും ഒടുവിലായി BJPയും UDFും ഒരുമിച്ച് ചേർന്ന് ആഘോഷിച്ച ഒരു മഹാകള്ളം പൊളിഞ്ഞു വീണത് നടൻ സലീം കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ ഇന്നസെൻറ്റിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് 45 കാറുകളുടെ അകമ്പടിയോടെയാണ് എന്ന വലിയൊരു നുണ അടുത്തിടെ സംവിധായകൻ മേജർ രവി ഒരു വേദിയിൽ വീണ്ടും ആവർത്തിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒന്ന് കാരണപോകാൻ എന്നുള്ള പാട്ടും പാടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി ഞാനാണ് വരുതെന്നുള്ളത്. ഇപ്പുറത്ത് ഒരു വണ്ടിയും കൊണ്ടിട്ടാണ് കയറി ചെന്നിരിക്കുന്നത്. ഇന്നസെന്റ് മരിച്ച സമയത്ത് പഴയ മുഖ്യമന്ത്രി പോരുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ പറയുന്ന 56 വണ്ടി, 560 പോലീസും 10 ഫയർഫോഴ്സ് എഞ്ചിനും ഇതെല്ലാം കൂടെ ഇടവഴിയിൽ കൂടെയാണ് കൊണ്ടുപോയത്. നാട്ടുകാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയ ആ നുണയെ അപ്പോൾ തന്നെ സകല തെളിവുകളുമിട്ട് പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു. അത് വെറുമൊരു സൈബർ പോരാട്ടത്തിൽ ഒതുങ്ങിയില്ല. മുഖ്യധാര മാധ്യമങ്ങൾ വരെ ആ വാർത്ത ഏറ്റെടുത്തതോടെ അവർ പടച്ചുവിട്ട ആ മഹാകള്ളം ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും നഗ്നമാക്കപ്പെട്ടു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സുഹൃത്തുക്കളെ. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ ഇത്തരത്തിൽ എത്ര ആധികാരികമായ നുണകളാണ് പടച്ചുവിട്ടത്. ഓർമ്മയില്ലേ? കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നെട്ടോട്ടമോടുമ്പോൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗറിനെ ഡാറ്റ വിറ്റു എന്ന് പറഞ്ഞുണ്ടാക്കിയ പുകിൽ. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയെ അട്ടിമറിക്കാൻ കൊണ്ടുവന്ന ആരോപണങ്ങൾ. ഒടുവിൽ അന്വേഷണ ഏജൻസികൾ വട്ടമിട്ട് പറഞ്ഞിട്ടും ഒരു ചുക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ നുണകളായിരുന്നു അതെന്ന് പിന്നീട് കാലം തെളിയിച്ചു. അന്ന് LDFനും ഭരണത്തിൽ നിന്ന് താഴെയിറക്കാനായിരുന്നു നുണകൾ പടച്ചുവിട്ടതെങ്കിൽ ഇന്ന് ഭരണത്തിലേറിയ UDF നുണകൾ പറഞ്ഞ് വോട്ട് നേടി വീണ്ടും നുണകൾ പറഞ്ഞ് അധികാരത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിലൊരു ഒന്നാന്തരം ഉദാഹരണമാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത് വോട്ട് പിടിച്ചവർ അധികാരത്തിലേറിയപ്പോൾ അത് വെറും ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കി കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം പരിഹസിക്കുകയാണ്. ഇതൊക്കെ പോട്ടെ, കഴിഞ്ഞ ദിവസം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പുകൾ കൊണ്ടുപിടിച്ചൊരു ചിത്രം പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ചിത്രം നിങ്ങളൊന്ന് നോക്കൂ. തൻ്റെ സ്വന്തം അംഗരക്ഷകരായ സാധാരണ പോലീസുകാർക്കൊപ്പം ഒരു ചെറിയ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വളരെ സൗഹാർദ്ദപരമായി ചായ കുടിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. എത്ര മനോഹരമായ കാഴ്ചയല്ലേ? സ്വാഭാവികമായും മറ്റു പാർട്ടികളിൽപ്പെട്ടവർക്ക് പോലും ഈ ചിത്രം കണ്ടപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി, കൊള്ളാമല്ലോ, പുതിയ മുഖ്യമന്ത്രി, വളരെ സിമ്പിളാണല്ലോ, നല്ലൊരു മനസ്സുണ്ടല്ലോ ഇദ്ദേഹത്തിന് എന്ന്. അത്രത്തോളം പോസിറ്റീവ് ഇമേജാണ് ഈ ഒറ്റ ചിത്രം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. പക്ഷേ അവിടെയാണ് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയത്. ഈ ചിത്രം സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്തോ ഒരു പന്തികേട്. ഇതൊരു കള്ളച്ചിത്രമാണോ എന്ന് തോന്നിപ്പോയി. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ആശയത്തോടല്ല എൻ്റെ വിയോജിപ്പ്. കാരണം ഇങ്ങനെ ഒരു ചിത്രം പുറത്തു വന്നാൽ കിട്ടുന്ന വലിയ മൈലേജിനെ കുറിച്ച് VD സതീശനോട് ആരെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഇത്തരത്തിലൊരു ചിത്രം എടുക്കാനുള്ള സാഹചര്യം പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ചിത്രം കണ്ടപ്പോൾ ഒരു അസ്വാഭാവികത. അതെ, എൻ്റെ സംശയം വെറുതെ ആയില്ല. ആ ചിത്രം ഒരു പച്ചക്കള്ളമായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ചിത്രം വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തെളിവ് പോലീസുകാരുടെ കൈകൾ തന്നെയാണ്. അവർ ഗ്ലാസ് പിടിച്ചിരിക്കുന്ന കൈകളും വിരലുകളും ശ്രദ്ധിക്കൂ. വിരലുകൾ ഗ്ലാസുമായി ലയിച്ചു ചേർന്നതുപോലെ. മനുഷ്യരുടെ കൈകൾക്ക് ഇങ്ങനൊരു രൂപം ഉണ്ടാകില്ല. രണ്ടാമത്തെ തെളിവ് മേശപ്പുറത്തിരിക്കുന്ന ചായ ഗ്ലാസുകളും പ്ലേറ്റിലെ പലഹാരങ്ങളും നോക്കൂ. സ്വാഭാവികതയുടെ ഒരംശവുമില്ല. ഇനി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ സാക്ഷാൽ മുഖ്യമന്ത്രി VD സതീശൻ ഗ്ലാസ്സിൽ പിടിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്കൊന്ന് സൂം ചെയ്ത് നോക്കൂ. ആ കൈവിരലുകൾ ഗ്ലാസ്സിൽ വെറുതെ തൊട്ടിട്ടേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ കൈവിരലുകളിൽ വല്ല കാന്തശക്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്ലാസ് താഴെ വീഴാതെ ഇത്തരത്തിൽ ആ കൈകളിൽ നിൽക്കുകയുള്ളൂ. അത്രയ്ക്കും അബദ്ധമാണ് ആ AI എഡിറ്റിങ്ങിൽ പറ്റിയിരിക്കുന്നത്. സത്യത്തിൽ ഈ കോൺഗ്രസ് സൈബർ വിങ്ങിന് എവിടെയാണ് പിഴച്ചത്? മുഖ്യമന്ത്രിയോട് ഒന്ന് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം വളരെ സന്തോഷത്തോടെ വന്ന് പോലീസുകാർക്കൊപ്പം ഒറിജിനൽ ചായ കുടിച്ച് ഒരു ഫോട്ടോ എടുത്തേനെ. അതൊരു പക്ഷേ നല്ല മൈലേജ് കിട്ടുകയും ചെയ്തേനെ. ഒരു ചെറിയ അശ്രദ്ധ AI എഡിറ്റിങ്ങിൽ ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൻ ഹിറ്റായി പറക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായി അവസ്ഥ? നാണം കെട്ട് വെളിയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി ഈ സൈബർ സംഘങ്ങൾക്ക്. എന്തു പറയാനാണ്? ഇത്തരത്തിൽ കെട്ടിപ്പൊക്കിയ പല നുണക്കൊട്ടാരങ്ങളും തകർന്നു വീഴുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും ഒരുപാട് തകർന്നു വീഴാൻ ബാക്കിയുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കേരള ജനത LDF സർക്കാരിനെതിരെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും
കള്ളങ്ങളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവർക്ക് പശ്ചാത്തപിക്കാനുള്ള സാഹചര്യമായിരിക്കില്ല അന്നുണ്ടാവുക എന്നുള്ളത് കൂടിയാണ് നിലവിലെ പല സംഭവങ്ങളിലൂടെയും പുറത്തു വരുന്നത്.